ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കണ്ടന്റ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്യണതോ ഇന്നത്തെ ക്ലൈമറ്റിൽ അറിയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരും, പിന്നെ മെൻസ് ആണെങ്കിലും വുമൺ ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ സ്കിൻ എങ്ങനെ, ഇപ്പോൾ മഴ രാത്രിയൊക്കെയാണെങ്കിൽ നല്ല മഴ, പകലൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂട്, പിന്നെ മാറി മാറി വരും. 2 ദിവസം നല്ല മഴ, പിന്നെ 2 ദിവസമാണെങ്കിൽ നല്ല വെയിൽ, ഇങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ടൈമിൽ നമ്മൾ എങ്ങനെ നമ്മുടെ സ്കിൻ എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, സ്കിൻ കെയർ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ ഓയിൽ സ്കിൻ ആയിക്കോട്ടെ, എങ്ങനെയാണ് ഏതാണ് ബെസ്റ്റ് മോയ്സ്ചറൈസർ എന്നാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും പലർക്കും അറിയാത്ത കാര്യമാണ് ഏതാണ് ബെസ്റ്റ് മോയ്സ്ചറൈസർ, ഞാൻ ഏത് ടൈപ്പ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇത് ഓക്കെ ബ്രേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഏത് മോയ്സ്ചറൈസറാണ് നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിൻ്റെ പറയാം. ഡ്രൈ സ്കിന്നുകാർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട, അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നാണ്, നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ബെസ്റ്റ് മോയ്സ്ചറൈസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് മോയ്സ്ചറൈസർ കണ്ടുപിടിക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എന്താ പറയുക, എല്ലാ സ്കിന്നുകാർക്കും, എല്ലാ കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ, ഓയിൽ സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മോയ്സ്ചറൈസറിന് ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ട് പോൺസിൻ്റെയാണ്, ഇത് റിവ്യൂ ഒന്നുമല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തതിൽ, ഞാനിപ്പോൾ 2-3 മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിൽ എനിക്ക് കുറച്ചുകൂടി നല്ലതായി തോന്നിയത് ഇത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതിനെന്തോ 100 സംതിങ് അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഞാൻ ഇപ്പോഴൊരു 3 വർഷത്തോളമായി യൂസ് ചെയ്യുക. എനിക്കൊന്നും ആദ്യം സ്കിൻ കെയറിനെ കുറിച്ച് ഒട്ടും അറിയില്ലായിരുന്നു. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാം, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴാണ് എല്ലാവരും സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, എന്താ പറയുക, ഫൗണ്ടേഷൻ ഒക്കെ ആയിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുക. ആദ്യം മുതലേ നമ്മൾ ചെയ്തു വന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് പൗഡർ ഇടുന്നു, ചിലർ ഫൗണ്ടേഷൻ ഇടും, ചിലർ ഒരു ബേസിനൊക്കെ ഇട്ട് ചിലപ്പോൾ ക്രീമൊക്കെ യൂസ് ചെയ്യണവരുണ്ട്. ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഏതാണ് പൗഡർ അത് ഞാൻ യൂസ് ചെയ്യും, എന്നിട്ട് അതിങ്ങനെ കണ്ണിൽ നിന്നും പൊട്ടിയോട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ സ്കിൻ കെയർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നിനെ കുറിച്ചിട്ടുള്ള മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്കത് ആദ്യം പറയാം. അപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഡ്രൈ സ്കിന്നിൻ്റെ കാര്യമാണെങ്കിൽ എപ്പോഴും നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിപ്പോൾ എന്താ പറയുക, വീട്ടിലിരിക്കണവരാവട്ടെ പുറത്ത് പോകണവരാവട്ടെ, എപ്പോഴും ഇപ്പോൾ നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും, ഇപ്പം രാവിലെയൊക്കെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീം മോയ്സ്ചറൈസറിന് ശേഷം അപ്ലൈ ചെയ്ത്, രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓയിൽ സ്കിന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള, അതായത് അലോവേറ ജെല്ല് അങ്ങനെയുള്ള കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് പിമ്പിൾസ് വരാനും പിന്നെ ചെറിയ ഇറിറ്റേഷൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ കൂടുതലും യൂസ് ചെയ്യേണ്ടത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുക. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ഓവർ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ നോക്കുക. കുറേ പ്രൊഡക്റ്റ് എടുത്ത് യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യണമെങ്കിലും കുറച്ചും കൂടി മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിൻ കെയർ ഒരുവിധമൊക്കെ നന്നായി പോകാൻ സഹായിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ ഷോപ്പിലൊക്കെയാണ് എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ മോയ്സ്ചറൈസറും എടുത്ത് ട്രൈ ചെയ്ത് നോക്കാതെ നമ്മളിപ്പോൾ നമ്മുടെ നല്ല ഡോക്ടറുടെ കൺസൾട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നോക്കി നമ്മുടെ ഫേസിന് കുറച്ചും കൂടി സൂട്ടായിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ടെസ്റ്റിങ് നടത്താറതല്ല. അത് കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകുള്ളൂ. കാരണം പിമ്പിൾസൊക്കെ അധികം വരും, പിന്നെ ഡാമേജസ് ഉണ്ടാകും, നമ്മുടെ സ്കിന്നിലത്തെ സെൽസിനൊക്കെ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തി നോക്കാതെ ഡയറക്റ്റ് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറുടെ കൺസൾട്ടിങ് ഒക്കെ നോക്കി അതനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്. ഓക്കെ, ബൈ.